ജനശ്രീയെ ആക്ഷേപിക്കുന്നതോ വിമർശിക്കുന്നതോ ആയ എന്തെങ്കിലും പരാമർശം തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് ഹസൻ അയച്ച ഇമെയിലിൽ ജയറാം രമേശ് വിശദീകരിച്ചു. ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ നടപ്പാക്കാൻ കുടുംബശ്രീക്ക് പകരം മറ്റൊരു സംഘടന രൂപീകരിക്കുന്നതിനെ കുറിച്ചാണ് താൻ പറഞ്ഞത്. ജനശ്രീക്ക് എല്ലാവിധ ആശംസകളും ഭൗതിക പിന്തുണയും ഉണ്ടാവും. എന്നാൽ NRLM-ൽ നിന്നുള്ള ഫണ്ട് ലഭ്യമാക്കാനാവില്ല. തന്റെ പരാമർശങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഹസനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും ജയറാം രമേശ് പറഞ്ഞു. ചില കാര്യങ്ങൾ തമാശ രൂപേണ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാവർക്കും ആ തമാശ മനസ്സിലായില്ല. വനം പരിസ്ഥിതി മന്ത്രിയായിരുന്നപ്പോൾ CPIM-കാരിൽ നിന്ന് രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്ന കാര്യം ജയറാം രമേശ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ CPIM-കാർ തന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നതിന് മുമ്പ് തനിക്കെതിരെ അവർ നടത്തിയിട്ടുള്ള കല്ലേറുമായി ചേർത്ത് വായിക്കണമെന്നും കേന്ദ്രമന്ത്രി അഭ്യർത്ഥിച്ചു. കുടുംബശ്രീയെ പ്രോത്സാഹിപ്പിക്കുന്ന ജയറാം രമേശിന്റെ നിലപാടിനെതിരെ സംസ്ഥാന കോൺഗ്രസിൽ നിന്ന് രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. ഗ്രാമവികസന മന്ത്രി KC ജോസഫാണ് ഇതിന് ചുക്കാൻ പിടിച്ചത്. കേരളത്തിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ചില കേന്ദ്രമന്ത്രിമാർ പ്രതികരിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് പരസ്യമായി കുറ്റപ്പെടുത്തി. ഈ സാഹചര്യത്തിലാണ് ജയറാം രമേശിന്റെ ഇമെയിൽ സന്ദേശം. VS ശ്യാംലാൽ, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.